In this video, we are going to discuss about the methods of costing and the techniques of costing. Okay, എന്താണ് മെത്തേഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ് ഓഫ് എ ജോബ് ഓർ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഓർ എ കൺസ്ട്രക്ഷൻ വർക്ക്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് മെത്തേഡ്സ്. ജസ്റ്റ് ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന ആ രീതിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so methods of costing are the methods and processes employed in the ascertainment of cost. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെയാണ് മെറ്റീരിയൽ കോസ്റ്റ് ആവുന്നത്, എത്ര ലേബർ കോസ്റ്റ് ആവും, എത്ര ഓവർ ഹെഡ് ആവും, ഇതിനെ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അത് പല ഓർഗനൈസേഷനും പല രീതിയിലാണ് ഈ കോസ്റ്റിനെ ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, and these are distinctly designed for each industry in such a way that the cost can be estimated with reasonable standard of accuracy and the management is able to get the required information at different stages. അപ്പോൾ ഇത് പല ഫേംസും പല രീതിയിലാണ് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു ഫേമിന് യൂസ്ഫുൾ തന്നെയാണ്. കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ജോബ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മിക്കവാറും എന്ത് അസർട്ടൈൻ ചെയ്യാറുണ്ട്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഗിവ്സ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ടു ദി management at various stages of the process. Now let's see the methods one by one. First of all, job costing. എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്ന്? ഇത് ഏത് ഇൻഡസ്ട്രിയാണ് ഈ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന്? സാധാരണ ജോബ് കോസ്റ്റിംഗ് എംപ്ലോയ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറിൻ്റെ ഒരു പെർട്ടിക്കുലർ ഓർഡർ റിസീവ് ചെയ്തതിന് ശേഷം ആ കസ്റ്റമറിന് വേണ്ടി ആ സ്പെസിഫിക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റമറിന് വേണ്ടി ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ് ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ്. Job costing is a method of costing applied in those industries where jobs are executed against specific orders and each job is treated as a cost unit. അതായത് ഒരു കസ്റ്റമറിൻ്റെ ഒരു സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം ആ ജോബ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓർഗനൈസേഷൻസാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ദി ജോബ് കണ്ടുപിടിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കാര്യം എടുക്കാം. പ്രിൻറ്റിംഗ് പ്രസ്സിൽ നമുക്ക് 100 ഇൻവിറ്റേഷൻ കാർഡ്സ് പ്രിൻ്റ് ചെയ്യണം. നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പോൾ എല്ലാവരുടെയും ഇൻവിറ്റേഷൻ കാർഡ് സെയിം ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷൻ പറയാം. വി നീഡ് ദിസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, കാർഡിന് ഈ കളറായിരിക്കണം, ഈ രീതിയിലുള്ളൊരു പ്രിൻ്റാണ് അതിന് വേണ്ടത്, അതിൽ ഗോൾഡൻ പ്രിൻ്റാണ് നമുക്ക് താല്പര്യം. ഇങ്ങനെ നമ്മുടെ സ്പെസിഫിക് ഓർഡർ അനുസരിച്ചായിരിക്കും ആ പ്രിൻറ്റിംഗ് പ്രസ് നിങ്ങൾക്ക് ഈ കാർഡ് പ്രിൻ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിന് എത്ര കോസ്റ്റ്, ഈ 100 കാർഡ്സ് പ്രിൻ്റ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആവുമെന്ന് ആര് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ പ്രിൻറ്റിംഗ് പ്രസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ കാർഡ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ്, ഈ കാർഡ് പ്രിൻ്റ് ചെയ്യാൻ വരുന്ന ലേബർ കോസ്റ്റ്, പിന്നീടുണ്ടാവുന്ന അതർ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഓവർ ഹെഡുകൾ, ഇതിനെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രിൻറ്റിങ് 100 കാർഡ്സ്. അതിൻ്റെ കൂടെ അവർ എന്ത് ആഡ് ചെയ്യും? ദേ വിൽ ആഡ് പ്രോഫിറ്റ് ആൻഡ് ഗീവ്സ് യു ദി സെല്ലിംഗ് പ്രൈസ്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് ആ പ്രൈസിൽ, അവർ തന്ന പ്രൈസിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കസ്റ്റമറിന് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇഫ് ദി കസ്റ്റമർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ് പ്രൊവൈഡഡ് ബൈ ദി പ്രിൻറ്റിംഗ് പ്രസ്, ദെൻ യു ക്യാൻ റിജക്ട് ദാറ്റ്. കസ്റ്റമർ ക്യാൻ റിജക്ട് ദി ഓർഡർ. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനാണ് ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ഓരോ ജോബും, ഓരോ കസ്റ്റമറിൻ്റെ ഓരോ ഓർഡറും ഓരോ ജോബായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈച്ച് ജോബ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. കാരണം ഞാൻ ചിലപ്പോൾ 100 കാർഡ്സ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഇന്ന സ്പെസിഫിക്കേഷനുള്ള, നിങ്ങൾ ചിലപ്പം 2000 കാർഡ്സ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ട് ജോബല്ലേ, അപ്പോൾ രണ്ടിൻ്റെയും കോസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെർ ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് അഗെയിൻസ്റ്റ് കസ്റ്റമേഴ്സ് സ്പെസിഫിക് ഓർഡർ ആൻഡ് ഈച്ച് ജോബ് ഇസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. അണ്ടർ ദിസ് സിസ്റ്റം costs are allocated, then accumulated and ascertained for each job. then work done or project separately. ഓരോ ജോബിൻ്റെ അല്ലെങ്കിൽ ഓരോ വർക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അസർട്ടൈൻ ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം ഞാൻ 100 കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു, വേറൊരാൾ 500 കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു, ഇതിൻ്റെ എല്ലാം കൂടെ കോസ്റ്റ് ഒരുമിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന കാർഡിൻ്റെ കോസ്റ്റ് സെപ്പറേറ്റ്ലി 100 കാർഡ്സിന് ഞാൻ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ എത്ര രൂപയാവും. പിന്നീട് 200 കാർഡ്സ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും.
Okay, so it is necessary to quote the rate at which the work shall be undertaken. അതായത് സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സിനുണ്ടാകുന്ന കോസ്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ എന്തും ആഡ് ചെയ്യും, പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും കസ്റ്റമറിനോട് സെല്ലിംഗ് പ്രൈസ് പറയുന്നത്. അതാണ് ഇറ്റ്സ് നെസസറി ടു കോട്ട് ദി റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഷാൽ ബി അണ്ടർടേക്കൺ. Then this necessitates the estimation of total cost to be incurred for completion of the job. അതായത് കസ്റ്റമറിനോട് റേറ്റ് പറയണ്ടേ. അപ്പോൾ ഇത് ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കസ്റ്റമറിനോട് റേറ്റ് പറയണം. അപ്പോൾ നമ്മൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഈ പ്രിൻറ്റിംഗ് പ്രസ് ഈ ഓർഡർ പറയുന്ന ഉടനെ തന്നെ നമ്മൾ കസ്റ്റമർ ഓർഡറുമായിട്ട് ചെല്ലുന്ന ഉടനെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എല്ലാം ഒരു റഫ് കാൽക്കുലേഷൻ നടത്തിയിട്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്ത്. 100 കാർഡ്സ് പ്രിൻറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ വി നീഡ് ₹20 പെർ കാർഡ്. അപ്പോൾ 20 രൂപയാണ് ഒരു കാർഡിന് ചോദിക്കുന്നത്, നമ്മൾ പറഞ്ഞ രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് തരാനായിട്ട്. അപ്പോൾ അതിന് അത്രയും കോസ്റ്റ് ആവില്ലായിരിക്കും. ചിലപ്പോൾ കോസ്റ്റ് 15 രൂപയായിരിക്കും ആവുന്നത്. അതിൻ്റെ കൂടെ 5 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കസ്റ്റമറിനോട് സെല്ലിംഗ് പ്രൈസ് ₹20 എന്നാണ് പറയുന്നത്. ഈ മെത്തേഡിനെയാണ്, ഈ രീതിയിൽ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് ഇസ് അനദർ മെത്തേഡ് ഇസ് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത് ഈ സിമിലർ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒരുമിച്ച് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന കമ്പനീസാണ് ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്, ബാച്ച് കോസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ്. അപ്പോൾ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ബിസ്ക്കറ്റായിട്ടായിരിക്കത്തില്ലല്ലോ മാനുഫാക്ചർ ചെയ്യുന്നത്, ഒരു ബാച്ച് ഓഫ് ബിസ്ക്കറ്റ്, ചിലപ്പോൾ ഒരു ബാച്ചിൽ 100 പീസസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള കോസ്റ്റിങ്ങിനെയാണ് ആ 100 ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലാതെ ഒരു ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കില്ല കണ്ടുപിടിക്കുന്നത്. ആ ബാച്ചിൽ 100 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ആ ബാച്ചിൽ 500 എണ്ണമാണ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതെങ്കിൽ ഈ 500 എണ്ണത്തിൻ്റെ കോസ്റ്റ് എത്ര ആവും, അതിന് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്ര ആവും, ലേബർ കോസ്റ്റ് എത്ര ആവും, ഓവർ ഹെഡ് എത്ര ആവും, ആ കാൽക്കുലേഷനെയാണ്, ആ രീതിയിൽ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഏത് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, ബാച്ച് കോസ്റ്റിംഗ്. പിന്നീട് ഈ ചെറിയ ചെറിയ പാർട്സ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ IC, സർക്യൂട്ട് പോലുള്ള കുറേ പാർട്സ്, വാച്ചസിൻ്റെ പാർട്സ്, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ബാച്ചസ് ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് അവിടെ ഒരു ബാച്ചിന് എത്ര രൂപ കോസ്റ്റ് ആവുമെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ബാച്ച് കോസ്റ്റിംഗ് is a method of costing applied in those industries where articles of similar nature are manufactured in definite batches or lots of large numbers. Where batch costing is applied, articles of homogeneous nature are produced either for immediate sale or for usage as component of some main product. ഏതെങ്കിലും മെയിൻ പ്രോഡക്റ്റിന് കമ്പോണൻസ്, അതായത് വാച്ചസിൻ്റെയൊക്കെ ചെറിയ ചെറിയ സർക്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ചെറിയ ബാറ്ററീസ്, അതെല്ലാം ഇങ്ങനെ ബാച്ചസ് ആയിട്ട്, അല്ലാതെ ഒരെണ്ണമായിട്ടായിരിക്കത്തില്ല പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്, ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് ഒരു ബാച്ചിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഒന്ന് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പിന്നീട് ഓവർ ഹെഡ്സ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് അനദർ മെത്തേഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഇസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ആര് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ മെത്തേഡ്, കൺസ്ട്രക്ഷൻ കമ്പനീസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അവർക്കൊരു കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്താൽ, ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ്, ഒരു ഹൗസാണ്, അതായത് ഒരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റിൽ അവർ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യും, അവർക്ക് ആ ഓർഡർ കസ്റ്റമർ അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അവർ ഒരു റഫ് കാൽക്കുലേഷൻ നടത്തും. 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതിന് എത്ര രൂപ കോസ്റ്റ് ആവും, അപ്പോൾ അവർക്ക് ഇത്ര രൂപ, അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് ചിലപ്പോൾ അവർക്ക് ആവുന്നത് 1000 രൂപയായിരിക്കും. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് 20 lakh ആവും. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും, ഇവരുടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ പറയും നമുക്ക് ചിലപ്പോൾ 1000 രൂപയാവുള്ളൂ, കൺസ്ട്രക്ഷൻ കമ്പനിക്ക് 1000 രൂപയാവുള്ളൂ ഒരു സ്ക്വയർ ഫീറ്റിന്, പക്ഷേ കസ്റ്റമറോട് പറയും വി ക്യാൻ ബിൽഡ് ഇറ്റ് ഫോർ 1 സ്ക്വയർ ഫീറ്റ് വി ആർ ഗോയിങ് ടു ചാർജ് യു 1500 rupees. അപ്പോൾ 500 രൂപ ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റാണ് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തെടുക്കും, പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തെടുത്ത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന ആരാണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്ത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കമ്പനീസാണ്. ഓക്കെ, സോ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദി കോസ്റ്റ്.
So contract costing is a method of costing applied in such concerns where large-sized contract work extending to a number of years are undertaken. For each contract work, a separate contract account is maintained. This method is used by builders, civil engineering contractors and so on. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കമ്പനീസാണ്. കോൺട്രാക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇത് മെത്തേഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി ഒരിക്കലും ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യില്ല? കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യില്ല. ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനി അവരുടെ ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? ബാച്ച് കോസ്റ്റിംഗ്. ഓരോ ബാച്ച് ഓഫ് ബിസ്ക്കറ്റിന് എത്ര രൂപ ആവും, അല്ലെങ്കിൽ ഓരോ ബാച്ച് ഓഫ് ഐസിക്ക് എത്ര രൂപയാവും എന്നായിരിക്കും ഒരു ഇൻ്റർനെറ്റ് ഐസി പ്രൊഡ്യൂസിങ് കമ്പനി കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ ആയിരിക്കും? ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റ് എത്ര ആയിരിക്കും? അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കമ്പനീസാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഓരോ കൺസ്ട്രക്ഷൻ വർക്കിനും സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ കിട്ടും, 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ കിട്ടും, പിന്നീട് ഒരു റോഡ് കൺസ്ട്രക്ഷൻ കിട്ടും. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേകം കോൺട്രാക്റ്റ് അക്കൗണ്ട് അവർ പ്രിപ്പയർ ചെയ്യും. അതായത് ഓരോ കോൺട്രാക്റ്റിൽ നിന്നും എത്ര കോസ്റ്റ് ആവും, ആ കോൺട്രാക്റ്റിൽ നിന്ന് എന്താണ് ഇൻകം, സോ ഹൗ മച്ച് വിൽ ബി ദ പ്രോഫിറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. ഓക്കെ. Next is process costing. It's another method of ascertaining the cost of the production process. Process costing സാധാരണ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. പ്രോസസ് 1-ൽ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ നടക്കും. പിന്നീട് അത് നമ്മൾ പ്രോസസ് 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അവിടെയും കുറച്ച് വർക്കുകളൊക്കെ നടക്കും. പിന്നീട് പ്രോസസ് 3, അപ്പോഴായിരിക്കും നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിനും എത്ര കോസ്റ്റായി. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ സ്പിന്നിങ്, വീവിങ്, ഡൈയിങ് ഇങ്ങനെ പറഞ്ഞ പല പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ സ്പിന്നിങ്ങിന് എത്ര, ആ പ്രോസസ്സിൽ എത്ര രൂപയായി, പിന്നീട് വീവ് ചെയ്തെടുത്തതിന് എത്ര രൂപയായി കോസ്റ്റ്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ഇൻഡസ്ട്രീസ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. Process costing is a method of costing applied in such concerns where the product passes from one distinct process to other till completion. സ്പിന്നിങ് കഴിഞ്ഞു, അത് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ആയില്ലല്ലോ, അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നു. വീവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് പോകുന്നു. സ്പിന്നിങ്ങിൽ എത്ര കോസ്റ്റായി, പിന്നീട് വീവിങ്ങിൽ എത്ര കോസ്റ്റായി, പിന്നീട് ഡൈ ചെയ്യേണ്ടി വരും, ഡൈയിങ്ങിന് എത്ര കോസ്റ്റായി, അങ്ങനെ പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ എത്ര കോസ്റ്റായി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ പല പ്രോസസ്സിലൂടെ പോയിട്ടേ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ള ഇൻഡസ്ട്രീസാണ് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ. ഓയിൽ മാനുഫാക്ചറിങ് കമ്പനി, കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനീസ് എല്ലാം അവർ അപ്ലൈ ചെയ്യുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്. സോ ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് സച്ച് എസ് പേപ്പർ മാനുഫാക്ചറിങ്. പേപ്പറും അങ്ങനെയാണ്. അതായത് വുഡ്, ടിമ്പറിനെ അരച്ച് പിന്നെ പൾപ്പാക്കി അതങ്ങനെയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? പേപ്പർ മാനുഫാക്ചറിങ് പല പ്രോസസ്സിലൂടെ കടന്നു പോകും. ദെൻ കെമിക്കൽ മാനുഫാക്ചറിങ്, ഓയിൽ റിഫൈനിങ്, അതായത് പെട്രോളിയം പ്രോഡക്ട്സും ഡീസലും എല്ലാം നമ്മൾ അതിനെയാണ് ഓയിൽ റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്, അവരുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ. പെയിൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി, സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി ഇവരെല്ലാം പ്രോസസ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യാറുള്ളത്. എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത്? ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ കോസ്റ്റ് ഓഫ് ദി പ്രോസസ് ഓർ കോസ്റ്റ് ഓഫ് ദി ജോബ്. അതിന് നെക്സ്റ്റ് ഇസ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിംഗ് ഇസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇത് സാധാരണ സർവീസ് ഇൻഡസ്ട്രീസ് അപ്ലൈ ചെയ്യുന്നതാണ്. അതായത് ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസ്, ക്യാൻറ്റീൻസ്, പിന്നീട് ഈ പവർ ഹൗസസ്, ഇവരൊക്കെയാണ് സാധാരണ ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്? സർവീസ് കോസ്റ്റിംഗ്, ഓർ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയും. Service costing or operating costing is a method of costing applied in such concerns which render services as distinct from those which manufacture goods. അതായത് സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്, അതായത് അവിടെ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല, അവർ സർവീസാണ് റെൻഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് അവരുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സർവീസ് കോസ്റ്റിംഗ്. സാധാരണ സർവീസ് റെൻഡർ ചെയ്യുന്ന കമ്പനീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിംഗ് അണ്ടർടേക്കിങ്സ്. അത് ട്രാൻസ്പോർട്ട്, ഇപ്പം നമ്മുടെ KSRTC പ്രോഡക്റ്റ് ഒന്നും വെക്കുന്നില്ലല്ലോ, അവരെന്ത് ചെയ്യാണ്? ട്രാൻസ്പോർട്ട് സർവീസ് കൊടുക്കുകയാണ് പബ്ലിക്കിന്. അപ്പോൾ അവർക്ക് എത്രമാത്രം കോസ്റ്റ് ആവും, അതായത് ഒരു
ബസ്. അപ്പം ഫോർ എക്സാമ്പിൾ കുണ്ട്ര മുതൽ ചവറ വരെ ഈ ബസ് ഓടുന്നതിന് അതിന് ഫ്യൂവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഫ്യൂവലുണ്ട്, പിന്നീട് ഈ ബസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉണ്ട്, അതിൻ്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്, പിന്നീട് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അങ്ങനെ ഒത്തിരിയും എക്സ്പെൻസുകൾ ഇതിനുണ്ടാവുന്നുണ്ട്. അപ്പോൾ എത്ര കോസ്റ്റ് ആവും, ആ കോസ്റ്റ് എത്ര മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നത്, ഈ ടിക്കറ്റ് ചാർജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ടിക്കറ്റ് ചാർജ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് ട്രാവലിംഗ് ഫ്രം വൺ ഡിസ്റ്റൻസ് ടു അതർ ഡിസ്റ്റൻസ്. എന്നിട്ട് അത് എത്ര കോസ്റ്റ് ആവുന്നതുകൊണ്ട് ആ കോസ്റ്റിനും കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ യൂസിങ് ദിസ് മെത്തേഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ അസർടൈൻ ദി കോസ്റ്റ്. ട്രാൻസ്പോർട്ടിംഗ് അണ്ടർടേക്കിംഗ് സപ്ലയർ ഉണ്ട്, പിന്നീട് പവർ സപ്ലൈ കമ്പനീസ്, അതായത് നമ്മുടെ KSEB ഒക്കെ അപ്ലൈ ചെയ്യും, അവർക്ക് എത്രമാത്രം ചിലവുണ്ടാവുന്നു, ആ ചിലവാണ്, ആ കോസ്റ്റാണ് കസ്റ്റമേഴ്സിൻ്റെ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് ചാർജ് ചെയ്തെടുക്കുന്നത്. കോസ്റ്റും അതിൻ്റെ കൂടെ എന്തോടെ ആഡ് ചെയ്യും, പ്രോഫിറ്റും കൂടെ. പിന്നീട് ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, മുനിസിപ്പൽ സർവീസസ്, ഇവരൊക്കെയാണ് സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് അവരുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അനദർ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. This is otherwise known as output or unit costing, and this method of costing is applied in such concern where the process of production is continuous and the units produced are identical, and this method is applied in industries like mines, quarries, brickworks, etc. Operating costing അല്ല, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റിംഗ്, ഇതെന്ന് പറയുന്നത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇത് സാധാരണ അപ്ലൈ ചെയ്യുന്നത് ഈ മൈൻസും ക്വാറീസും ഒക്കെയാണ്. അവിടുന്ന് സിമിലർ പ്രോഡക്റ്റ് അല്ലേ, ഇപ്പോൾ ഡയമണ്ട് മൈൻ ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ആയിരിക്കും അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓയിൽ മൈൻ ആണെന്ന് ഗോൾഡ് മൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്തായിരിക്കും, പിന്നെ ഗോൾഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച വേറെ കുറേ കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്, പിന്നീട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചർ. ചിലപ്പം ഒന്നിൽ കൂടുതൽ മെത്തേഡ് അപ്ലൈ ചെയ്യും. കുറച്ച് പ്രൊഡക്ഷന് വേണ്ടി കുറേ സ്റ്റേജസ് വരെ നമ്മൾ ചിലപ്പോൾ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സിൽ. പിന്നീട് നമ്മൾ ചിലപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. ഇങ്ങനെ ഒരു കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ സെയിം പ്രോഡക്റ്റ്. ചിലപ്പം കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, പിന്നീട് കുറച്ച് പ്രോസസ്സിലേക്ക് വേണ്ടി നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് എന്ത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. And this method is suitable for industries where a number of components parts are separately produced and subsequently assembled into final products. അതായത് അസംബിൾ ചെയ്ത് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് സാധാരണ ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഇപ്പോൾ കാർ മാനുഫാക്ചറിങ്, ടെലിവിഷൻ മാനുഫാക്ചറിങ്, ഇവരെല്ലാം ഒത്തിരിയും പ്രോഡക്ട്സ് സ്മോൾ പാർട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യൊക്കെ വേണം. അങ്ങനെയുള്ള കമ്പനീസാണ് സാധാരണ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഈച്ച് കമ്പോണൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ ആസ് ടു പ്രൈസ്, മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് അണ്ടർഗോൺ. Therefore, same method of costing cannot be applied for all the component parts. So a combination of 2 or more methods is applied in such concern. പല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും അവർ, ചെറിയ പ്രോഡക്റ്റ് പാർട്സ് ആയിരിക്കും അവർ മാനുഫാക്ചർ ചെയ്യേണ്ടി വരുന്നത്. അതിന് പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പം ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചില പ്രോഡക്ട്സിന് ചില പാർട്സിന് നമ്മൾ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും, ചില പാർട്ടിൻ്റെ പ്രോഡക്റ്റിന് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് ഏത് കോസ്റ്റിംഗ് അപ്ലൈ എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഇസ് ഫാം കോസ്റ്റിംഗ്. ഫാം കോസ്റ്റിംഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫാമിങ്ങിൽ ഏർപ്പെടുന്നവരായിരിക്കും ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്, ഫാം കോസ്റ്റിംഗ്. അതായത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസിലൊക്കെ എൻഗേജ് ചെയ്യുന്നവർ. സോ ഫാം കോസ്റ്റിംഗ് ഇസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് techniques to farming. Farming constitutes activities like agriculture, horticulture, nursery, raising of fruits and flowers, dairy, poultry, rearing of sheep, then sericulture. ഇവിടെയൊക്കെയാണ് നമ്മൾ ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്, ഫാം കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ മെത്തേഡ്സ് നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്. മെത്തേഡ്സ് സാധാരണ 4 മാർക്സിനും ഒക്കെ ചോദിക്കാറുള്ളതാണ്.
മെയിൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അടുത്ത സെമസ്റ്ററിലാണ് പഠിക്കുന്നത്. മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ അടുത്ത സെമസ്റ്ററിലാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയറി മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ്? ഒരു സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ജോബ് കോസ്റ്റിംഗ്. അവർ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? ദേ ആർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് ദ ജോബ്. അത് സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രൊഡക്ഷൻ നടക്കൂ. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ബാച്ച് കോസ്റ്റിംഗ് ഓൺ ഹോമോജീനിയസ് പ്രോഡക്ട്സ് സാമിൾട്ടേനിയസ്, അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ സാമിൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല, ഒരു യൂണിറ്റ് ആയിരിക്കത്തില്ല ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ബാച്ചസ്. ഒരു ബാച്ചിൽ 500 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബാച്ചിൽ 1000 യൂണിറ്റ്സ് ഒക്കെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നവർ ഉപയോഗിക്കുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ അവരൊരു ബാച്ചിൻ്റെ കോസ്റ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. പിന്നീട് നമ്മൾ നോക്കിയത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അത് കൺസ്ട്രക്ഷൻ കമ്പനീസാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ അവർ ഓരോ കോൺട്രാക്റ്റിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നീട് പ്രോസസ് കോസ്റ്റിംഗ്, അതായത് ഫിനിഷ് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്. അതായത് കെമിക്കൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും ഓയിൽ റിഫൈനിങ് ഇൻഡസ്ട്രീസും സിമെൻറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഇവരൊക്കെയാണ് സാധാരണ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാറുള്ളത്. ഓരോ പ്രോസസ്സിനും എത്ര കോസ്റ്റായെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നീട് സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദീസ് ആർ അപ്ലൈഡ് ബൈ സർവീസ് ഇൻഡസ്ട്രീസ് ഫോർ അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് ദെയർ സർവീസ്. ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസ് അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നീട് പവർ സപ്ലൈ കമ്പനീസ് അപ്ലൈ ചെയ്യാറുണ്ട്. ഹോസ്പിറ്റൽസ്, ക്യാൻറ്റീൻസ്, ഇവരൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് സർവീസ് കോസ്റ്റിംഗ്. പിന്നീട് ഓപ്പറേഷൻ കോസ്റ്റിംഗ് മൈൻസ്, കോറീസ്, അതുപോലുള്ള ഇൻഡസ്ട്രീസ് നടത്തുന്ന ഇൻഡസ്ട്രീസ് അപ്ലൈ ചെയ്യുന്നതാണ്. അവരുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ചെറിയ പ്രോഡക്ട്സ് അസംബിൾ ചെയ്തൊരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസാണ് സാധാരണ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. അതായത് അവരുടെ ഈ പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചില പാർട്സിന് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും. ചില പാർട്സിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഇസ് ഫാം കോസ്റ്റിംഗ്, അതായത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസും ഹോർട്ടിക്കൾച്ചർ ഇൻഡസ്ട്രീസും പിന്നീട് ആനിമൽ ബ്രീഡിംഗ്, ഇവരൊക്കെയാണ് സാധാരണ പോൾട്രി ഫാംസ്, ഇവരൊക്കെയാണ് സാധാരണ ഏത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്തത്? ഫാം കോസ്റ്റിംഗ്. ഇതാണ് മെത്തേഡ്സ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, ഇതിനെയാണ് എന്താന്ന് പറയുന്നത് മെത്തേഡ്സ്. പല ഇൻഡസ്ട്രീസും പല മെത്തേഡ്സാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിന് അവരുടെ ഒരു ആൾ വെഡ്ഡിങ് കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ കൊണ്ടുവന്നാൽ ആ കാർഡിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് ആരാണ്? കൺസ്ട്രക്ഷൻ കമ്പനീസാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഓരോ ഇൻഡസ്ട്രീസും ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് അപ്ലൈ ചെയ്യാറുള്ളതെന്ന്. മെത്തേഡ്സ് കഴിഞ്ഞ് ഇത് ഒന്ന് തിയറിക്ക് വേണ്ടി മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 6th സെമ്മിലാണ് പഠിക്കുന്നത്. എന്താണ് ജോബ് കോസ്റ്റിംഗ്, എങ്ങനെയാണ് ജോബ് കോസ്റ്റിംഗ് ചെയ്യേണ്ടതെന്നൊക്കെ 6th സെമ്മിൽ ബാച്ച് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും എല്ലാം അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പം മെത്തേഡ്സും ടെക്നിക്സും നിങ്ങൾ തെറ്റിക്കരുത്, രണ്ടും ഡിഫറെൻ്റാണ്. മെത്തേഡ്സ് എന്ന് പറയുന്നത് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്തെടുക്കുക. ഇത്ര രൂപ നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ, 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 21,500 rupees. അതിനെ അസർട്ടൈൻ ചെയ്തെടുക്കുന്ന ആ രീതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അത് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുക. ഇനി ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ അസർട്ടൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടി റെഡ്യൂസ് ചെയ്യേണ്ടിയൊക്കെ വരും. ആ കോസ്റ്റിനെ വീണ്ടും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തേ പറ്റൂ? ദെൻ വി നീഡ് ടു അപ്ലൈ ടെക്നിക്സ്. അപ്പോൾ അതാണ് മെത്തേഡ്സും ടെക്നിക്സും തമ്മിലുള്ള വ്യത്യാസം. അത് ഓർത്ത് വെച്ചോണം. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. ടെക്നിക് എന്ന് പറഞ്ഞാൽ techniques of costing are the techniques and the different ways of analyzing and presenting cost for the purpose of controlling cost and helping the management in taking useful managerial decision. അപ്പോൾ ടെക്നിക്സ് നമ്മൾ എപ്പോഴും എന്തിനു വേണ്ടിയാണ്?
മാനേജറൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് കൂടുതലും നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അസർട്ടൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റിനെ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും, റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ. ഈ ടെക്നിക്സും നിങ്ങൾ 6th സെമ്മിലാണ് പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. എങ്ങനെയാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ. വൺ ഇസ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതായത് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻകർ ബോത്ത് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഫിക്സഡ് കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനെ ആശ്രയിച്ചല്ല, വെദർ വി ആർ പ്രൊഡ്യൂസിങ് ഓർ നോട്ട് വി നീഡ് ടു ഇൻകർ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഏത് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നാണ്? വേരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വെയർ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു ദി ഓപ്പറേഷൻ, പ്രോസസ്സസ് ഓർ പ്രൊഡക്ഷൻ. അതായത് കോസ്റ്റ് ഓഫ് ദി ജോബ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എ പ്രോസസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളെന്ന്? വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സോ അണ്ടർ ദിസ് ടെക്നിക് ഓൾ ഫിക്സ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. അതായത് ഫിക്സ് കോസ്റ്റ് ഒക്കെ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുക മാത്രമേ ചെയ്യുന്നത്, അല്ലാതെ ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറേ ഇല്ല. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ അടുത്ത സെമ്മിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയി തോന്നും. ഓക്കെ, നെക്സ്റ്റ് ഇസ് direct costing. Another technique of controlling cost is direct costing. It's a practice of charging all direct costs to operations, processes or products and writing off all indirect costs against the profit in the period in which they arise. Direct costing എന്ന് പറയുന്നത് അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിറക്റ്റ് കോസ്റ്റുകൾ മാത്രമായിരിക്കും. ഡിറക്റ്റ് കോസ്റ്റ് മീൻസ് ദ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് ഫ്രം ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി നോക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കോസ്റ്റുകളെ മാത്രമേ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റായിട്ട് കരുതുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, ആ ടെക്നിക്കിൻ്റെ ഓപ്പോസിറ്റ് ടെക്നിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ മാർജിനൽ കോസ്റ്റും അതായത് വേരിയബിൾ കോസ്റ്റും കൺസിഡർ ചെയ്യും, പിന്നീട് ഫിക്സ്ഡ് കോസ്റ്റും കൺസിഡർ ചെയ്യും. അതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. It's a practice of charging all variable manufacturing cost and fixed production overheads to operation, process or products and writing off administration, selling and distribution overhead against profit in the period in which they arise. ബാക്കിയുള്ള ഓഫീസ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ഒക്കെ അതാത് വർഷം P&L എഴുതി അങ്ങ് പ്രോഫിറ്റിൽ നിന്ന് ചാർജ് ചെയ്തെടുക്കത്തതേ ഉള്ളൂ. ബാക്കി വരുന്ന എല്ലാ കോസ്റ്റുകളും, ബാക്കി എല്ലാ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും? പ്രോഡക്റ്റിൻ്റെ കോസ്റ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം അസർട്ടൈൻ ചെയ്യും. ഒരു ടാർഗറ്റ് കോസ്റ്റ്, ഓരോന്ന് മെറ്റീരിയൽ ഇത്ര രൂപയ്ക്കാവും, പിന്നീട് ലേബർ കോസ്റ്റ് ഇത്ര രൂപയാവും, പിന്നീട് ഓവർ ഹെഡ്സ് ഇത്ര രൂപയാവും എന്ന് മുൻകൂട്ടി നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കും? പിന്നീട് ആക്ച്വൽ പ്രൊഡക്ഷൻ നടക്കാൻ നേരം നമുക്കിതിൻ്റെ എല്ലാം ആക്ച്വൽ കോസ്റ്റ് കിട്ടും. ആക്ച്വലി എത്ര മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ചു, ആക്ച്വലി എത്ര ലേബർ കോസ്റ്റ് ഇൻകർ ചെയ്തു, ആക്ച്വലി എത്ര ഓവർ ഹെഡ്സ് ഇൻകർ ചെയ്തു എന്ന് ആക്ച്വൽ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നീട് എന്ത് ചെയ്യും? ഈ ടാർഗറ്റും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കും. വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് കണ്ടെത്തി റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്ന ആ രീതിക്കാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഇതും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് ദി പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മീൻസ് ആദ്യം ഒരു ടാർഗറ്റഡ് കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതായത് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നതിന് മുന്നേ, ആൻഡ് ദെയർ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ സോ ആസ് ടു അനലൈസ് ദ വേരിയൻസ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഷോ ഇൻ ഡീറ്റെയിൽ ഹൗ മച്ച് ഈച്ച് പ്രോഡക്റ്റ് ഷുഡ് കോസ്റ്റ് when the business is operating at a standard level of efficiency. ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് എഫിഷ്യൻസിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര ആയിരിക്കും നമ്മുടെ കോസ്റ്റ്, എത്ര കോസ്റ്റൊക്കെ നമുക്ക് ഇൻകർ ചെയ്യാം
നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യും, ഒരു ടാർഗറ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നീട് ആക്ച്വൽ സംഭവിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വേരിയൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആ മെത്തേഡിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് is the application of same costing principles and practices by several undertaking for common control and comparison of cost. അതായത് ഇപ്പം സിമിലർ ഇൻഡസ്ട്രീസിലുള്ള എല്ലാ ഫേമും അവരൊരുമിച്ചിട്ട് തീരുമാനമെടുത്ത് അവരുടെ ട്രേഡ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരെല്ലാവരും തീരുമാനമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ മെത്തേഡ് ഫോളോ ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ബാച്ച് കോസ്റ്റിംഗ് ഫോളോ ചെയ്യാം. കാരണം നമ്മൾ അതുപോലെ അങ്ങനെ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാവുന്ന ഇൻഡസ്ട്രീസാണ്. സോ വി ഓൾ ക്യാൻ ഫോളോ ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ എന്ത് സംഭവം, ബാച്ച് കോസ്റ്റിംഗ് എല്ലാവരും സിമിലർ ഇൻഡസ്ട്രീസിലുള്ള എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ കോസ്റ്റിനെ കമ്പയർ ചെയ്യാം. ആർക്കാണ് കോസ്റ്റ് കൂടുതൽ, അവർക്ക് എന്തുകൊണ്ട് കോസ്റ്റ് കൂടുന്നു എന്നൊക്കെ അവർക്ക് സ്റ്റഡി ചെയ്ത് അവരുടെ കോസ്റ്റിനെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ബിസിനസ്സിന് ഒരു സിംഗിൾ യൂണിറ്റാണ്, പക്ഷെ നമുക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസിൽ ഓരോ ബ്രാഞ്ചിലും ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കമ്പാരിസണോ ഒരു യൂണിഫോമിറ്റിയോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ ഒരു യൂണിഫോം കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യും. അതിനെയാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിസ്റ്ററി നടന്നു കഴിഞ്ഞ കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, സംഭവിച്ചു കഴിഞ്ഞ കോസ്റ്റുകളെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. So historical costing is the ascertainment of cost after they have been incurred. It aims at ascertaining cost actually incurred on work done in the past. കഴിഞ്ഞു പോയ കാര്യം, പിന്നീട് കഴിഞ്ഞു പോയ കാര്യം അനലൈസ് ചെയ്ത കഴിഞ്ഞു പോയ കാര്യത്തിൽ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇനി ഭാവിയിൽ ആ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് നിർത്താൻ സാധിക്കും, കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഏത് ടെക്നിക്ക് അപ്ലൈ ചെയ്യണം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. അതായത് പാസ്റ്റ് കാര്യങ്ങൾ, ഇപ്പോൾ പണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് കുറഞ്ഞു എന്നൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഇനി വരുന്ന സെമിസ്റ്ററുകളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഉള്ളൂ. കഴിഞ്ഞു പോയ മാർക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാല്യൂ ചെയ്തെങ്കിലും തിരുത്താൻ പറ്റും. ഇപ്പോൾ റീവാല്യൂ ചെയ്താലും മാർക്ക് കൂടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്താലും മാർക്ക് കൂടി കിട്ടില്ലെങ്കിൽ പ്രയോജനമില്ല. നിങ്ങൾക്ക് പക്ഷേ അങ്ങനെ ഒരു സൊല്യൂഷനുണ്ട്. പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് ഇസ് പാസ്റ്റ്, അവർക്ക് ഒരിക്കലും അതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാം, ഭാവിയിൽ ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ അവർക്ക് ശ്രമിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഏത് കോസ്റ്റിങ്ങും ഏത് ടെക്നിക്കും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ടെക്നിക്കും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങും. ഇത് രണ്ടും 4 മാർക്സിന് ചോദിക്കാറുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 മാർക്സിന് ഇതിൻ്റെ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് എടുത്ത് ചോദിക്കും. വാട്ട് യു മീൻ ബൈ മാർജിനൽ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ യൂണിഫോം കോസ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ബാച്ച് കോസ്റ്റിംഗ്, വാട്ട് യു മീൻ ബൈ ജോബ് കോസ്റ്റിംഗ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ്, ഈച്ച് ആൻഡ് എവറി തിയറി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വി ക്യാൻ വൈൻഡ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു.